ഒന്ന് തുടരണം. ഈ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പിനെതിരെ കോതമംഗലം രൂപത രംഗത്തെത്തിയിരിക്കുകയാണ്. ജനങ്ങളെ ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുകയാണെന്ന് കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വിമർശിച്ചു. 27-ന് ചേരുന്ന യോഗത്തിൽ സമരത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സന്തോഷമുണ്ട്. ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, കളക്ടർ വന്നപ്പോൾ ഏതാണ്ടൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടായി. DFO വളരെ എതിർ മനോഭാവമായിരുന്നുണ്ടായിരുന്നത്. കളക്ടർ വന്നപ്പോഴാണ് ഇനി കളക്ടറിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. 27-ാം തീയതി ഞങ്ങൾ കാത്തിരിക്കുകയാണ് കളക്ടർ വന്ന് റിവ്യൂ ചെയ്യാൻ വരുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും നന്മയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോലീസ് ഓഫീസർ പറയരുത്, നിങ്ങൾ നല്ല മനുഷ്യരാണ്, പക്ഷെ ഫോറസ്റ്റുകാർ അവരെ ഒരു രീതിയിലും നമ്മളെ സഹായിക്കുന്നില്ല, നമ്മൾ എതിരായിട്ട് നിൽക്കുന്നു. ഇപ്പം നമ്മളൊരു എന്താ പറയണത്, ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ്. അവർ കർഷകരെ കാണുന്നതന്നെ അറിയാമോ, നമുക്കെതിരായിട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട്. അങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സാഹചര്യം ഉണ്ടാകണം. ഫോറസ്റ്റ് എതിര് നിൽക്കരുത്, ഇത് ശത്രുക്കളായിട്ട് കാണരുത്. മനുഷ്യത്വപരമായിട്ട് മാറണം, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഡാനി തുടരുന്നുണ്ട്. ഡാനി, അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത് കോതമംഗലം രൂപതയുടെ ഭാഗത്തു നിന്നും. മനുഷ്യരെ അതുപോലെ കാണണം, അവരോട് ചേർന്ന് നിൽക്കേണ്ടതിന് പകരം അവരെ എതിർത്ത് നിൽക്കുകയാണ് വനം വകുപ്പ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അശ്വതി, ഇന്നലെ അവിടെ ഉടനീളം സമരത്തിനും പ്രതിഷേധങ്ങൾക്കും അല്ലാതെ ജനങ്ങളുടെ പ്രതികരണം തേടുമ്പോഴെല്ലാം അവരുടെ എല്ലാം തന്നെ പൊതുവികാരം ഇത് തന്നെയാണ്. ഇതാണ് ബിഷപ്പ് ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രതികരിക്കുന്നതും. ആ വികാരം ഉൾക്കൊണ്ട് തന്നെയാണ് പൊതുവിൽ സാധാരണ ജനങ്ങൾ മുതൽ അങ്ങോട്ട് എല്ലാവരും തന്നെ പ്രതികരിക്കുന്നത്. വനം വകുപ്പിനും അവരുടെ ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്ന രീതികൾക്കുമെതിരെയാണ്. കാരണം വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് വന്നിരിക്കുന്നു. അവർക്ക് യാതൊരു രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യവും ആ മേഖലയിൽ ഇല്ല എന്ന് പറയുന്നു. ചിലപ്പോൾ ചില വഴികളിലൂടെ നടക്കാൻ പോലും അവർ സമ്മതിക്കാറില്ല എന്നെല്ലാം തന്നെ അവർ പറയുന്നുണ്ട്. കാരണം ഒരു നിയമങ്ങൾ പലതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഇതെല്ലാം തന്നെ പറയുന്നത്. പക്ഷെ അതിനും അപ്പുറം മാനവികത എന്നൊരു കാര്യമുണ്ട്, മാനുഷികത എന്ന കാര്യമുണ്ട്. അത്തരത്തിൽ യാതൊരു പരിഗണനയും തങ്ങൾക്ക് നൽകുന്നില്ല എന്നതാണ്. തികച്ചും ശത്രുക്കളോട് എന്ന രീതിയിലാണ് തങ്ങളോട് അവർ പെരുമാറുന്നത് എന്ന് പറയുന്നു. അത് ബിഷപ്പിൻ്റെ വാക്കുകളിലും നിഴലിക്കുന്നുണ്ട്. കാരണം യാതൊരു രീതിയിലൊരു മനുഷ്യത്വപരമായ ഒരു പെരുമാറ്റവും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അപകടമുണ്ടാകുമ്പോൾ അവിടേക്ക് എത്തിയ DFOയുടെ ഭാഗത്തു നിന്നടക്കം അവരെ എതിർക്കേണ്ട രീതിയിലാണ് സംസാരങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ വഷളാക്കുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മികച്ച രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, അതൊക്കെ അകത്ത് താമസിക്കുമ്പോൾ പൂർണ്ണമായ ഒരു അധികാരം ഈ വനം വകുപ്പിന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അവരുടെ പെരുമാറ്റ രീതികളാണ് കൂടുതൽ അസഹിഷ്ണുത അവിടെ ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 27-ന് അവലോകന യോഗം ചേരുന്നുണ്ട്. ബിഷപ്പ് സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഇതുവരെ എടുത്തിരിക്കുന്ന നടപടികൾ അത് എത്രത്തോളമുണ്ട്, ജില്ലാ കളക്ടർ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകാം, എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ 27-ന് ചേരുന്ന അവലോകന യോഗത്തിൽ ഈ പദ്ധതികളിൽ എന്തുമാത്രം മുന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും തുടർ നടപടികളെന്ന് ബിഷപ്പും വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഇന്നലെ ഈ ജനകീയ മാർച്ച് അടക്കം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്ത് വലിയ ജനപങ്കാളിത്തം അതിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും അദ്ദേഹം അവരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ മേഖലയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടികൾ മൂലം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അവർ നിയമം ഉദ്ധരിക്കുമ്പോൾ അതിനും അപ്പുറം മാനുഷികപരമായ കാര്യങ്ങളുണ്ട്. അതിനൊരു പരിഗണനയും നൽകാത്ത രീതിയിലാണ് അവരുടെ പെരുമാറ്റമെന്നുമാണ് അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നത്. ഡാനി, ഇന്നലെ കുട്ടമ്പുഴക്കാരോട് സംസാരിക്കുമ്പോൾ അവിടെ വലിയ പ്രതിഷേധം ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യത്തിന് സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല ഉപദ്രവം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അതായത് സുരക്ഷിതമായി പോകാൻ കഴിയുന്ന റോഡിലൂടെ പോകാൻ അനുവദിക്കുന്നില്ല എന്നതടക്കമുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു, അല്ലേ ഡാനി? തീർച്ചയായും ശ്രുതി. കാരണം അതിൽ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ചിലപ്പോൾ ചില സമയത്ത് ചില അത്യാഹിതങ്ങളിൽ പെടുമ്പോൾ ചില അത്യാവശ്യത്തിനൊരു വൈദ്യസഹായം വേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവർ ആദ്യം ആശ്രയിക്കുന്നത് ഈ വനം വകുപ്പിലേക്ക് വിളിച്ചാണ് തങ്ങളെ സഹായിക്കണമെന്ന് പറയുമ്പോൾ
ജീപ്പിന് ഡീസലില്ല, ഇന്ധനമില്ല എന്നെല്ലാം പറയുക. അങ്ങനെ പറഞ്ഞ് യാതൊരു രീതിയിലൊരു സഹായം അവർക്ക് നൽകാത്തൊരവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ വരുന്നു. ഒപ്പം അതിലൂടെ കടന്നു പോകുന്ന നമ്മളിന്നലെ കണ്ടതാണ് ആ വഴി, ഇന്നലെ എൽദോസ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന വഴി. അത് ഒരു വലിയൊരു ഭാഗം, ഏതാണ്ട് 80% കാടിന് നടുവിലൂടെ തന്നെയുള്ളൊരു ഭാഗമാണ്. വളരെ അത് കഴിഞ്ഞ് കുറച്ച് ചെല്ലുമ്പോൾ മാത്രമാണ് കുറച്ച് വീടുകൾ നമുക്ക് കണ്ടു തുടങ്ങുക. ബാക്കി മുഴുവനായും കാടിനകത്തുകൂടി തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഈ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന ഈ വൈദ്യുതി കൊണ്ടുപോകുന്ന പോസ്റ്റുകളെല്ലാം തന്നെയുണ്ട്. വൈദ്യുതികളൊക്കെ ഇവിടെയെല്ലാം സ്ഥാപിക്കാവുന്നതാണ്. ഇലക്ട്രിക് പോസ്റ്റുകളിൽ ലൈറ്റുകൾ സ്ഥാപിക്കാവുന്നതാണ്. പക്ഷെ അതിനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിന് വൈദ്യുതി വകുപ്പിനോട് സമ്മർദ്ദം ചെലുത്താനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. ഇത്രയധികം പേർ അവിടെ താമസിക്കുന്നുണ്ട്. ഇതിനകത്തുകൂടി പോകുമ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം ഇതാണ്. ഇതൊന്നും പറയുവാൻ പോലും വനം വകുപ്പ് തയ്യാറായിട്ടില്ല എന്നതാണ് അവരുടെ ഒരു പ്രതിഷേധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അശ്വതി. ശരി ഡാനി ഒന്ന് തുടരണം. നമുക്കിനി ഒരു കോടതി വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. CPM